ഞാൻ ഇവിടെ എനിക്ക് പണിക്ക് പോകാൻ ടൈമായി. ജോലി സ്ഥലം ഇവിടെ അടുത്താണ്. എൻ്റെ കയ്യിൽ എനിക്ക് അധികം ക്യാഷൊന്നുമില്ല. ഞാനാണെങ്കിൽ സ്പ്ലെൻഡറില്ല, അത് EMI എടുത്ത്. എന്തായാലും പൈസ ഇല്ലാത്ത വീടാണ്. ഇത് ലോണടിച്ച് കഴിഞ്ഞിട്ടില്ല ഈ വീടിൻ്റെ. അതുകൊണ്ട് നമുക്ക് നേരെ ജോലി സ്ഥലത്ത് പോവാം. ജോലി സ്ഥലം ഈ ബിൽഡിംഗ് ആയിട്ട് എൻ്റെ ജോലി സ്ഥലം. ഈ ബിൽഡിങ് ആ ബിൽഡിങ് ജോലി സ്ഥലത്തോട്ട് പോവാം. ഓക്കെ, ഇതാണ് എൻ്റെ ജോലി സ്ഥലം. നമുക്കിവിടെ ലിഫ്റ്റ് വിളിച്ചിട്ട് നമുക്ക് നേരെ ജോലി സ്ഥലത്തോട്ട് പോവാം. ഓക്കെ ഗൈസ്, എൻ്റെ ജോലി ഇവിടെ കഴിഞ്ഞിരിക്കുന്നതാണ്. എന്നെ കുറേ പണിയെടുത്തണേ. ഇനി തരുന്നുണ്ട് 500 രൂപ. എൻ്റെ 500 രൂപ കിട്ടിയില്ല, അത് ഭാഗ്യം. ബോസ് ശരിക്കും ദേഷ്യം ബോസാ. അതുകൊണ്ട് കുറച്ച് പൈസ എത്തുള്ളൂ. നമുക്ക് ഇവിടെ ഉറങ്ങാം കുറച്ച് നേരം. നമുക്ക് ഓക്കെ, നമുക്ക് ഉറങ്ങാം ഇവിടെ. അയ്യോ, വണ്ടിക്ക് ബ്രേക്ക് ഇല്ലാത്ത വണ്ടിനെ സെക്കൻഡ് ഹാൻഡ് എടുത്തിരിക്കണേ. അത് കുഴപ്പമില്ല, പക്ഷേ വണ്ടി കിട്ടിയൊരു ഭാഗ്യം. കുറച്ച് നമുക്ക് ഉറങ്ങാം. ഓക്കെ ഗൈസ്, കുറേ നേരം ഉറങ്ങിയപ്പോൾ മേലിൽ എന്തോ ശബ്ദം. നമുക്ക് എന്താ നോക്കാൻ പോവാം. മേലിൽ അയ്യോ, ഇവിടെ ഗ്രാനിയല്ലേ. ഓടിക്കും മോനെ, കണ്ടം വഴി. ഇവിടെ ഗ്രാനിയാണ്, ഓടിക്കോ. അത് ബൈക്ക് എത്താ പോണില്ല. മറ്റേ ഇതാരെ വിളിക്കുന്നുണ്ടല്ലോ എന്നെ. വണ്ടി സ്റ്റക്കായി. അയ്യോ, വണ്ടി സ്റ്റക്കായില്ല ഗൈസിനെ. ആരെ വിളിക്കുന്നുണ്ട്? വേറെ ആളല്ല വിളിച്ചത്. ഫ്രാങ്ക്ലിൻ അല്ല, മൈക്കിൾ പറഞ്ഞ ഈ വീടില്ലേ, ഈ വീട് ഗ്രാനി ഇപ്പോൾ വന്നതല്ല. ഓടിക്കോ, ഗ്രാനി വരുന്നുണ്ട്. ഹെൽമെറ്റ് എത്തി ഓടിക്കണോ. ഓക്കെ, നമുക്ക് നമ്മൾ ആ മൈക്കിളാണ് സത്യം. നമുക്ക് ഇവിടെയെങ്കിൽ പോകണം. മൈക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യാൻ പറഞ്ഞപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രവാദി ഉണ്ട്. അതിൽ മന്ത്രം ചൊല്ലിയാൽ നമുക്ക് ഗ്രാനി എന്നേക്കുമായിട്ട് വീട്ടിലോട്ട് പോകുന്നു പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ആ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്താണ്, നല്ല ദൂരമൊന്നുമില്ല. ഇതാണ് റെയിൽവേ സ്റ്റേഷന് ഒരു മന്ത്രവാദി ഉണ്ട് എന്തായാലും. അതായത് നമ്മൾ ഹെൽപ്പ് ചെയ്യണ അയാൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല അയാൾ ഹെൽപ്പ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ വണ്ടി നിർത്താം. ഇവിടെ അയ്യോ ഞാൻ തളർച്ചു വീണേ. ഭാഗ്യം, ഒന്നും പറ്റിയില്ല. ആ വണ്ടിക്ക് എന്തോ പ്രേരം വിളിച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടിയാണ് ഗ്രാനി വണ്ടി പ്രേരം വെക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ മന്ത്രവാദി പെട്രോൾ സ്റ്റേഷനിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചോക്കാം. ചേച്ചി, ഒരു മന്ത്രവാദി ഇവിടെ. മന്ത്രവാദി പറഞ്ഞു ഇതാണ് മന്ത്രവാദി എന്ന് പറഞ്ഞു. ചേട്ടനാണ് മന്ത്രവാദി. പക്ഷേ മന്ത്രവാദി ആണെന്ന് പറഞ്ഞത്. എൻ്റെ ഗ്രാനി വന്ന് എൻ്റെ വീട്ടിൽ എന്ത് ചെയ്യണേ. മറ്റേ ആള് പറഞ്ഞ് മറ്റേ ഒരു സൂത്രമുണ്ട്. അത് നിൻ്റെ വീട്ടിലോട് ചൊല്ലിയ ഗ്രാനി എന്നേക്ക് പോയിട്ട് പോണു. ഓക്കെ ഗൈസ്, ഞാൻ എൻ്റെ വണ്ടിനെ ഇങ്ങനെയൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ട്. വഴി വെച്ച് എൻ്റെ ഹെൽമെറ്റ് ഇവിടെ പോയത്. അതോട് കാര്യമാക്കണ്ടേ. മന്ത്രവാദി പെട്രോൾ സ്റ്റേഷനിൽ മന്ത്രവാദി പറഞ്ഞു ഈ മന്ത്രം ചൊല്ലിയ പോണ് പറഞ്ഞു. നമ്മുടെ വീട് ഇവിടെ അടുത്ത
ഇത് നമ്മുടെ വീടിൻ്റെ ലോൺ പോലെ അടിച്ച് ചേർത്തില്ല. ഇപ്പോൾ പ്രേഡൊക്കെ വന്നു. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഇവരെ ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മറ്റേ പോവാം. ഓക്കെ, ഗ്രാനിൻ്റെ ഒരു മെയിലില്ല, അതെനിക്ക് പറഞ്ഞു. ആ മെയിലിൽ ഗ്രാനി പറഞ്ഞ എന്താണ് ബ്രോ മൊടേനോന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് മൊടേന്ന് പറഞ്ഞല്ലാണ്ട്. ഗ്രാനി ഇവിടെ നിൽക്കുന്നുണ്ട്. ഓ ക്രീം കുട്ടിച്ചാട്ടാ. ആ ഗ്രാനി പോയിട്ടുണ്ടല്ലോ. ഇപ്പം നമുക്ക് എന്തോ ഭാഗ്യം. നമുക്കിനി ഈ വീട്ടിൽ നിൽക്കണ്ട, സേഫല്ല. ഈ വീട് ഹൊറർ വീടാണ്. ഞാൻ എൻ്റെ കൂട്ടാനുണ്ട്, ത്രവറാണ് അതിൻ്റെ പേര്. ത്രവറുടെ വീടുണ്ട്, അവിടെ പോയി നിൽക്കാം കുറച്ച് ദിവസം. ഈ വീട് പ്രേതമാണ്, അത് കാണാൻ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇങ്ങനെയെങ്കിലും പോവാം. ആ മന്ത്രം ചൊല്ലി. ഇപ്പോൾ ഗ്രാനി 10 ദിവസത്തിൽ പോയിട്ടില്ലോ എന്ന് പറഞ്ഞു. അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ മടിയിൽ ഫുൾ ചോറയാണ് എൻ്റെ വീട്ടിൽ. അവർ പോലീസുകാരെ അറിയിച്ചാലും പ്രശ്നമാണ് നമുക്ക്. ഓക്കെ, ഇവിടെ ത്രവറൊന്നും കാണാനില്ല. ത്രവറുടെ ഹൗസാണ് ഇത്. നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഫ്യൂല് തീർന്നിട്ടുണ്ട്. കുറച്ച് കാലം നമുക്ക് ഇവിടെ താമസിക്കാം. ഇത്രയുള്ള വീഡിയോ ടീച്ചർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അടിച്ചാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.